മിക്ക ആളുകളും പുഷ് അപ്പുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് അവർ ദുർബലരായതുകൊണ്ടല്ല, മറിച്ച് തെറ്റായ തന്ത്രത്തിൽ തുടങ്ങിയതുകൊണ്ടാണ്. അവർ നേരിട്ട് പതിവ് പുഷ് അപ്പുകളിലേക്ക് ചാടുകയും 10 അല്ലെങ്കിൽ 20 സ്ലോപ്പി ആവർത്തനങ്ങൾ പൊടിക്കുകയും തുടർന്ന് വർഷങ്ങളോളം ആ സംഖ്യയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 100 പുഷ് അപ്പുകളുടെ ഒരു വൃത്തിയുള്ള സെറ്റിൽ എത്തണമെങ്കിൽ വിദഗ്ധർ ചെയ്യുന്നതുപോലെ നിങ്ങളുടെ അടിത്തറ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ആദ്യപടി നിങ്ങളുടെ ശരീരത്തെ ഏറ്റവും സുരക്ഷിതവും നിയന്ത്രിതവുമായ രീതിയിൽ പുഷ് അപ്പ് ചലനത്തിലേക്ക് പരിചയപ്പെടുത്തുക എന്നതാണ്. അത് പുഷ് അപ്പുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാൽമുട്ട് പുഷ് അപ്പുകൾ നിങ്ങളുടെ ശരീരത്തെ ശരിയായ കൈസ്ഥാനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ കോർ മുറുകെ പിടിക്കുന്നു, നിങ്ങളുടെ കൈകളിലും നെഞ്ചിലും അമിതഭാരം കയറ്റാതെ പൂർണ്ണമായ ചലനശ്രേണി പഠിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. പുഷ് അപ്പ് ലോകത്തിന്റെ അക്ഷരമാലയായി കാൽമുട്ട് പുഷ് അപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക. അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നതുവരെ നിങ്ങൾക്ക് പൂർണ്ണ വാക്യങ്ങൾ എഴുതാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരം ചലനപാഠേണുമായി സുഖകരമായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇൻക്ലൈൻ പുഷ് അപ്പുകളാണ്. ഇവ ഫ്ലോർ പുഷ് അപ്പുകളെക്കാൾ എളുപ്പമാണ്, കാരണം ഇവ നിങ്ങളുടെ കൈകളിൽ നിന്ന് കുറച്ച് ഭാരം മാറ്റുന്നു. പക്ഷേ ഒരു പുൾ പുഷ് അപ്പ് ചെയ്യുന്നതുപോലെ അവ നിങ്ങളുടെ നെഞ്ചിനെയും ട്രൈസെപ്സിനെയും പരിശീലിപ്പിക്കുന്നു. ഈ ഘട്ടം പ്രധാനമാണ്, കാരണം ഇത് നിങ്ങളുടെ പേശികളെ അമിതമായി ബലപ്പെടുത്താതെ യഥാർത്ഥ ശക്തി വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ചെരുവിൽ ശക്തനാകുമ്പോൾ പതിവ് പുഷ് അപ്പുകൾ എളുപ്പമാകും. നിങ്ങളുടെ പോം ഉറച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിവ് പരമ്പരാഗത പുഷ് അപ്പുകളിലേക്ക് മാറാൻ കഴിയും. ഇവിടെയാണ് സ്ഥിരത പ്രധാനം. ഇടയ്ക്കിടെ കുറച്ച് പുഷ് അപ്പുകൾ ചെയ്യുന്നത് ഒന്നും മാറ്റില്ല. നിങ്ങൾക്ക് വേഗത കുറഞ്ഞതും നിയന്ത്രിതവുമായ ആവർത്തനങ്ങൾ, പൂർണ്ണമായ ചലനശ്രേണി, നിങ്ങൾ പാലിക്കുന്ന ഒരു പതിവ് എന്നിവ ആവശ്യമാണ്. എന്നാൽ ഇതാ പ്രധാന ഭാഗം. ഒരിക്കലും ഒരു തരം പുഷ് അപ്പിൽ മാത്രം കുടുങ്ങിക്കിടക്കരുത്. നിങ്ങളുടെ ശരീരം വേഗത്തിൽ പൊരുത്തപ്പെടുന്നു. നിങ്ങൾ അതിനെ വ്യതിയാനങ്ങൾ ഉപയോഗിച്ച് വെല്ലുവിളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പീഠഭൂമി വേഗത്തിലെത്തും. വൈഡ് ഗ്രിപ്പ് പുഷ് അപ്പുകൾ, ഡയമണ്ട് പുഷ് അപ്പുകൾ, ഡിക്ലീൻ പുഷ് അപ്പുകൾ, സ്ഫോടനാത്മകമായ പുഷ് അപ്പുകൾ എന്നിവ പോലുള്ള വ്യതിയാനങ്ങൾ നിങ്ങളുടെ പേശികളെ എല്ലാ കോണിലും ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ നെഞ്ച്, തോളുകൾ, ട്രൈസെപ്സ് എന്നിവ വ്യത്യസ്ത ചലനങ്ങളിലൂടെ ശക്തമാകുമ്പോൾ നിങ്ങളുടെ പതിവ് പുഷ് അപ്പ് നമ്പറുകൾ സ്വാഭാവികമായി വർദ്ധിക്കുന്നു. എന്നാൽ ആളുകൾ അപൂർവമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്: പുഷ് അപ്പുകൾ നാടകീയമായി എളുപ്പമാക്കുന്ന മറ്റു വ്യായാമങ്ങൾ. ഫിറ്റ്നസ് ഗവേഷണം അനുസരിച്ച് നിങ്ങളുടെ നെഞ്ച്, കൈകൾ, പുറം എന്നിവയെ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ നിങ്ങളുടെ പുഷ് അപ്പ് പ്രകടനം നേരിട്ട് മെച്ചപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, പുൾ അപ്പുകൾ മിക്ക ആളുകളും മനസ്സിലാക്കുന്നതിലും കൂടുതൽ നിങ്ങളുടെ പുറം, മുകൾ ഭാഗം, നെഞ്ച് എന്നിവ വളർത്തുന്നു. ഈ പേശികൾ മെച്ചപ്പെടുത്തിയ ശേഷം നിങ്ങൾ തറയിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങളുടെ പുഷ് അപ്പ് ആവർത്തനങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 20, 30 അല്ലെങ്കിൽ അതിലും കൂടുതൽ ചാടും. ഡിപ്സ്, പ്ലാങ്കുകൾ, ലൈറ്റ് ഡംബൽ പ്രസ്സുകൾ പോലുള്ള ചലനങ്ങളും നിങ്ങളെ വളരെ വേഗത്തിൽ പുരോഗമിക്കാൻ സഹായിക്കുന്നു. കാൽമുട്ട് പുഷ് അപ്പുകളിൽ നിന്ന് ആരംഭിച്ച് ഇൻക്ലൈൻ പുഷ് അപ്പുകൾ ഉപയോഗിച്ച് ശക്തി വർദ്ധിപ്പിക്കുക, പതിവ് പുഷ് അപ്പിൽ പ്രാവീണ്യം നേടുക, വ്യതിയാനങ്ങളിൽ ഭ്രമണം ചെയ്യുക, പിന്തുണയ്ക്കുന്ന വ്യായാമങ്ങൾ ചേർക്കുക എന്നിവ പോലുള്ള ഈ ഘടന നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ഒടുവിൽ ഉയർന്നതുമായ ആവർത്തനങ്ങളുമായി പൊരുത്തപ്പെടും. 10 പുഷ് അപ്പുകൾ ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്നതിൽ നിന്ന് ഒരു ക്ലീൻ സെറ്റ് പുറത്തെടുക്കുന്നതുവരെ നിങ്ങൾ കൃത്യമായി അങ്ങനെയാണ് പോകുന്നത്.